ഇന്ന് ബാലൻ ദി ബോയ് എന്നൊരു മലയാള സിനിമ ഞാൻ കണ്ടിരുന്നു. ആ സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ ഒരു സിനിമയുടെ ട്രെയിലറൊക്കെ ഇറങ്ങി ഭയങ്കര ചർച്ചയായിരുന്നു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് ഞാനൊരു ട്രെയിലർ കണ്ടിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം ഈ ഒരു സിനിമയുടെ ഒരു ഏകദേശം നമുക്ക് പിന്നെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ചില സിനിമകളുടെ സംവിധായകർ അണിയറ പ്രവർത്തകർ നമ്മളെ കബളിപ്പിക്കും. ട്രെയിലറിൽ പല കാര്യങ്ങളും ഇട്ട് തന്നിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ വ്യത്യസ്തമായ രീതിയിൽ അത് നമ്മളത് തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും നമ്മളത് എൻജോയ് ചെയ്ത് കാണാറുണ്ട്. ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ അവർ ഇട്ട് തന്നിട്ടില്ല എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സിനിമ കാണാൻ പോയി. സിനിമയുടെ സത്യം പറയാമല്ലോ, എനിക്ക് ഫസ്റ്റ് ഹാഫ് ഒരു തരത്തിലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, കാരണം ഓൾറെഡി തന്നെ ഈ ട്രെയിലറിലെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നതെല്ലാം നമുക്ക് ട്രെയിലറിൽ കണ്ട കാര്യങ്ങളുടെ ഒരു റിപ്പറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്ലിംസ് തന്നെയാണ് നമ്മൾ ഒരു ഫസ്റ്റ് ഹാഫിൽ കാണുന്നത്. അപ്പോൾ പിന്നെ കൂടുതൽ എന്താണ് നമുക്ക് യാതൊരു വ്യത്യസ്തതയോ അല്ലെങ്കിൽ വേറെന്തോ ഒന്നും ഓക്കെ, ജസ്റ്റ് ഒരു ആവറേജ് ആ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്ക് ഫസ്റ്റ് ഹാഫിൽ നിന്ന് കിട്ടിയത്. വേറെ എടുത്തു പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും. കാരണം നിങ്ങളിപ്പം നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ കഥ പറയുന്നോളൂ അതെന്ന് കണ്ടിട്ട് പലരും പറയും. സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കാരണം ഒരു കേന്ദ്ര കഥാപാത്രം അതുകൂടെ തന്നെ വേറൊരു കഥാപാത്രം വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ട്രെയ്റ്റ്സ് എന്താണെന്ന് ട്രെയിലർ തന്നെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതലായിട്ട് സിനിമയ്ക്കൊന്നും പറയാനില്ല. കാരണം സിനിമയിൽ ട്രെയിലറിൽ എന്താണോ പറയുന്നത് അത് തന്നെയാണ് സിനിമയുടെ ഒരു ആദ്യത്തെ ഒരു 30 മിനിറ്റ് തന്നെ അവർ പറയുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇവരുടെ ഒരു ക്യാരക്ടറൈസേഷൻ ഇങ്ങനെയാണ്, ഇവരിങ്ങനെയായിരിക്കും, ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത്, എല്ലാ കാര്യങ്ങളും. പിന്നെ ഇവർ മേമ്പൊടിയായിട്ട് കുറച്ചൊരു എന്താ പറയുക, നമ്മുടെ ഒരു ക്ലാസ് സിനിമയുടെ ഒരു ഇത് പിടിച്ചിട്ടുണ്ട്. അപ്പം കുറേ പേര് നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ റിവ്യൂസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയും ക്ലാസ് എന്നുള്ളൊരു സംഭവം. നമ്മളൊക്കെ ഒരു പണ്ട് ദൂരദർശനിലൊക്കെ ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് സംസ്കൃത സിനിമകളടക്കം ഇരുന്നിട്ട് കണ്ട വ്യക്തികളാണ്. പിന്നീട് നമ്മൾ സ്വം പോലുള്ള സിനിമകൾ വരെ തിയേറ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പൊന്തമ്മട അടക്കമൊക്കെ. അതിനേക്കാളും വലിയ സംഭവം ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇവർ പറയുന്ന ഒരു ക്ലാസ് സംഭവം മാറുന്നില്ല. ഒരു ക്ലാസ് പഴയ ഒരു സംഭവത്തിൻ്റെ ഒരു റീക്രിയേഷൻ സംഭവങ്ങളാണ് ഇന്നും ആൾക്കാർ പിടിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇന്നത്തെ പുതുമുഖ റിവ്യൂവർമാർ അതിനെ വന്നിട്ട് അതെന്തോ വലിയ സംഭവമായിട്ട് അവർ ഉയർത്തി കാണിക്കുന്നത്. അതായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു വളരെ പ്ലെയിനായിട്ട് പോകുന്നതിന് ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫിലേക്ക് ഇടവേള എത്തുമ്പോഴത്തേക്കും ഓക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ള രീതിയിൽ അവർ കാണിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും ശരിയാണ്, ഒരു കഥയുടെ ഒരു പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ കുറേയൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ പിന്നെ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത അത് തന്നെയാണ്. കാരണം ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് അവർ സ്ഥാപിക്കുന്നുണ്ട്. ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും അവരുടെ ഒരു ക്ലൈമാക്സ് വരുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് ഇതൊരു പല രീതിയിൽ ഇങ്ങനെ വലിച്ച് നീട്ടി കുറുക്കി എന്നൊക്കെ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് പരിപാടി ഒക്കെ കൊണ്ടുപോയിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവസാനം ഒരു ക്ലൈമാക്സിൽ എടുക്കുമ്പോഴത്തേക്കും നമ്മളൊരു സാധാരണ ഒരു പ്രേക്ഷകന് എന്താണോ ചിന്തിക്കുന്നത്, കാരണം നമുക്ക് ഒരു പ്രേക്ഷകന് ഒരു സിനിമ കാണുമ്പോഴത്തേക്കും ഒന്നും ചിന്തിക്കരുത് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്നൊരു ഓട്ടോമാറ്റിക്കലി ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. കാരണം ട്രെയിലറിൽ നിന്ന് തുടങ്ങി സിനിമയുടെ ഫസ്റ്റ് ഹാഫിലടക്കം ഒരു ക്യാരക്ടർ ഓൾറെഡി പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും റിപ്പീറ്റേഷൻ വന്നു. അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ ഒരു തിയേറ്ററിൽ അത്രയും നേരം സഹിച്ചിരുന്ന് കണ്ട ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് എത്രത്തോളം റിപ്പീറ്റേഷൻ അടിച്ചു എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. വളരെ ഒരു ഡള്ളായിട്ട് പ്ലെയിനായിട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടലൊക്കെ നടത്തി ഒരു അവസാനം നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്വിസ്റ്റ് അങ്ങ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ പേർക്കും ഈ ഒരു കാര്യമ്പോഴത്തേക്കും ഇങ്ങനെ അതൊരു ട്വിസ്റ്റ് പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ആ ഒരു സംഭവം അത്രത്തോളം ഞാനങ്ങനെ കടന്ന് ചിന്തിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ അറിയാമായിരുന്നു ഇങ്ങനത്തെ ആയിരിക്കും ക്ലൈമാക്സ് വരുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇനി പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് മലയാള സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ PR വർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അത് ഹിന്ദിയിലടക്കം നമ്മൾ ഈ ഒരു സിനിമയുടെ ട്രെയിലറിൻ്റെ താഴെ നിങ്ങൾ പോയി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് സിനിമ ട്രെയിലർ റിലീസായി കഴിഞ്ഞ് ആദ്യം വന്ന കുറേ കമൻറ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രി എന്തുകൊണ്ടാണ് ഇത്രയും മികച്ച സിനിമകൾ ഉണ്ടാക്കുന്നത്. കാരണം സിനിമയുടെ ട്രെയിലർ വന്നപ്പോൾ തന്നെ മികച്ച സിനിമകൾ ഇവിടെ വരുന്നുള്ളൂ എന്നുള്ള കമൻറ്റുകളാണ് അതിൻ്റെ താഴെ കാണാൻ പോകുന്നത്. ഒരു കമൻറ്റിൻ്റെ താഴെ ഞാൻ ശരിക്കും റിപ്ലൈ കമൻറ്റ് ഇട്ടു, സിനിമ റിലീസായില്ല, ഇതിനു മുമ്പേ നിങ്ങൾ
എങ്ങനെയാണ് ഈ ഒരു സിനിമ ഇത്രയും മികച്ചതാണെന്ന് നിങ്ങൾക്ക് അല്ല നമുക്ക് ട്രെയിലർ കണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അവരൊക്കെ അത്രത്തോളം ഇത് മീൻസ് അത്രത്തോളം ആ ഒരു ചിന്താശേഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും. നമ്മളൊക്കെ എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊക്കെ ഒരു എന്താ പറയുക ലോ IQ എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു വ്യക്തി തന്നെയാണ്. ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെറും ഒരു ആവറേജ് എക്സ്പീരിയൻസ് തന്ന വെറും ഒരു തട്ടിക്കൂട്ട് ഒരു സംഭവത്തിനെ ഒരു ക്ലാസ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ഷോട്ടുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഷോട്ടുകൾ നമ്മൾ പണ്ട് കണ്ട അവാർഡ് സിനിമകളിലെ സെറ്റപ്പൊക്കെ ഇങ്ങനെ വെറുതെ ഒരു ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിങ്ങനെ കാണിച്ചിട്ട് പിന്നെ നമ്മുടെ സെൻറ്റിമെൻറ്റ്സ്. വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ പലർക്കും കണക്റ്റ് ആവാനുള്ള ഒരു മുഖ്യ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേക്ക് ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പ്രത്യേകിച്ചിട്ട് അച്ഛൻ മകൻ സെൻറ്റിമെൻറ്റ്സ്, അമ്മ മകൻ സെൻറ്റിമെൻറ്റ്സ്. അത് നമ്മൾ തമിഴ് സിനിമകളിൽ കാണുമ്പോഴത്തേക്ക് നമ്മൾ അമ്മ മകൻ പാസം എന്നൊക്കെ നമ്മൾ കളിയാക്കും. പക്ഷേ മലയാള സിനിമകൾ വരുമ്പോഴത്തേക്ക് നമ്മളത് ഓക്കെയാണ് എന്നുള്ള രീതിയിൽ. അപ്പം ആ ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ആവുന്ന രീതിയിൽ ഓക്കെ പോകും. പക്ഷേ അപ്പോഴും ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു കോൺമാൻ. ഞാൻ സത്യം പറഞ്ഞാൽ ഗൂഗിളിൽ ചോദിച്ചപ്പോഴത്തേക്ക് കോൺമാൻ എന്നല്ല കോൺ വുമൺ അല്ലെങ്കിൽ കോൺ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയണം സ്ത്രീ കഥാപാത്രങ്ങൾ. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ടാണ് തോന്നിയത്. കാരണം നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ കിട്ടുന്നില്ല. ഇനി എല്ലാ സിനിമകളിലും എല്ലാ കഥാപാത്രങ്ങളും മോറലി റൈറ്റ് ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് ജസ്റ്റിഫിക്കേഷൻ വേണമെന്നോ ഒന്നും യാതൊരു താല്പര്യം വരുന്നില്ല. പക്ഷേ നിങ്ങൾ ഇത്രയൊക്കെ മറ്റോ റൂട്ടഡായിട്ടെല്ലാം കാണിക്കുകയും വേണം എന്നോ ഒന്നുമില്ല. എന്നാൽ ഇതിൻ്റെ ഒരു ബാക്ക് ഒരു സംഭവമായിട്ടൊരു പറയുന്നത് വേണമെങ്കിൽ ഈ ക്ലാസ് സിനിമ എന്നൊക്കെ പറയുന്നവർ പറയും അത് പറയുന്നതിന് നമുക്ക് നമുക്ക് പ്രേക്ഷകൻ എന്ന രീതിയിൽ പലതും വായിച്ചെടുത്ത് നിങ്ങളുടെ മറ്റേ ചിന്തകൾക്കനുസരിച്ചിട്ട് ചെയ്യാം. സോറി, അപ്പോൾ എന്നെക്കൊണ്ട് ഒന്നും നടക്കില്ല. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു കാരണം നിങ്ങളൊരു മാക്സിമം ഒരു 99% നിങ്ങൾ ഒരു സംഭവം ചെയ്തിട്ട് മറ്റേനെ വെച്ചിട്ട് നിങ്ങൾ ന്യായീകരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഒരു സിനിമകളുടെ കാര്യം വരുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിനിമകളുടെ കാര്യം വരുമ്പോഴത്തേക്കും 100% സത്യസന്ധതയോടെ ആൾക്കാർക്ക് പറയാനുള്ള ഒരു ത്വരയും കുറയും. കാരണം അവർ വിചാരിക്കും നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ, കാരണം ഇത് ക്ലാസ് സിനിമയില്ല, അപ്പം നമ്മൾ പിന്നെ അങ്ങനത്തെ രീതിയിൽ പറയണ്ടേ എന്നുള്ളൊരു ചിന്ത വരും. സത്യം പറഞ്ഞാൽ ഒരു കുറേ കൂടെ ലഘൂകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജാവ് നഗ്നനാണെന്നുള്ള ഒരു പഴയ സംഭവം അത് പറയാൻ ആൾക്കാർക്ക് ഇപ്പോഴും ആ ഒരു ധൈര്യം വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും എന്തോ വലിയ സംഭവം മറ്റേതുണ്ട്. അതായത് നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി ഇട്ട് കഴിഞ്ഞാൽ അത് ബർമുടയും മറ്റുള്ളവർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വള്ളി നിൽക്കണം. കാരണം അത് ചില മലയാളത്തിലെ ചില അണിയറ പ്രവർത്തകർ, ചില സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ചില സംവിധായകർ ഇട്ട് കഴിഞ്ഞാൽ അത് ബർമുടയും മറ്റുള്ളവർ ഇട്ട് കഴിഞ്ഞാൽ വള്ളി നിൽക്കണം. ഈ ഒരു സംഭവമാണ്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന ഒരു സിനിമയ്ക്ക് ഓൾറെഡി തള്ളിക്കയറ്റിയ ഒരു ക്ലാസിക് ഓസ്കാർ ലെവൽ ഇൻ്റർനാഷണൽ സ്റ്റഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും അവരുടേതായിട്ടൊരു സ്വതന്ത്രമായിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ട് അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ പറയും. അതുപോലെ തന്നെ ഞാനും ഒരു സ്വതന്ത്രപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നു എന്ന് മാത്രം കണ്ടു കഴിഞ്ഞാൽ മാത്രം മതി. അപ്പം ഇതൊക്കെയായിരുന്നു എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്തകൾ.